ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ ക്രിസ്മസിന് വേണ്ടിയുള്ള ഫ്രൂട്ട് കേക്കാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയത് 40 വർഷം മുൻപ് ഞങ്ങൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് ആൻസിയും കൂടിയാണ് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയത്. അന്ന് ഇതുപോലെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി കൈകൊണ്ട് മാറി മാറിയാണ് ബട്ടറും ഷുഗറും കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തത്. നമുക്ക് പല വിധത്തിൽ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് എനിക്കും വളരെയധികം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലാണ്. ഇനിയും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്രൂട്ട്സും നട്ട്സും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് 150 ഗ്രാം പ്ലം, 150 ഗ്രാം ഡേറ്റ്സ്, 150 ഗ്രാം ബ്ലാക്ക് റൈസിൻസ്, 50 ഗ്രാം കാൻഡിഡ് മിക്സഡ് ഫ്രൂട്ട്സ്, 100 ഗ്രാം കാഷ്യൂനട്ട്, 50 ഗ്രാം ഏപ്രിക്കോട്ട്. ഈ കാൻഡിഡ് ഫ്രൂട്ട്സിൽ പകുതിയെ ഞാൻ കാൻഡിഡ് ഓറഞ്ച് പീലാണ് ചേർത്തിരിക്കുന്നത്. സ്വല്പം മിക്സ്ഡ് ഫ്രൂട്ട്സ് കളറിന് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. കാൻഡിഡ് ഓറഞ്ച് പീൽ നമ്മൾക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഫ്രൂട്ട്സ് എല്ലാം ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു. ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം അരിഞ്ഞെടുക്കുവാനായിട്ട്. ഇനി ഇത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഞാൻ മാറ്റുകയാണ്. കാഷ്യൂനട്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് ചേർക്കുന്നുള്ളൂ ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ. ഈ ഫ്രൂട്ട്സ് നമ്മൾക്കിനിയും സോക്ക് ചെയ്യണം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ബ്രാൻഡിയാണ്. ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിന് ബ്രാൻഡി, വിസ്കി, വൈൻ ഓർ റം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓറഞ്ച് ജ്യൂസിലും ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കാം. പക്ഷേ അതുകൊണ്ടുണ്ടാക്കുന്ന കേക്ക് നമ്മൾക്ക് കൂടുതൽ നാളത്തെയൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുകയില്ല. പെട്ടെന്ന് അത് ചിലപ്പം കേടാകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഫ്രൂട്ട്സ് അരിയുന്നത് നിങ്ങൾക്ക് മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രൂട്ട്സ് അതുപോലെ മാസങ്ങൾക്ക് മുൻപോ ഒരു വർഷം മുമ്പ് വേണമെന്ന് വരികിലും ഫ്രൂട്ട്സ് അരിഞ്ഞിടാം. ഞാൻ അതുപോലെ ചെയ്യാറുണ്ട്. ഈ അളവിലുള്ള ഫ്രൂട്ട്സ് ഞാൻ എടുത്തിരിക്കുന്നത് 9 ഇഞ്ച് കേക്ക് പാനിൽ ഉണ്ടാക്കാനുള്ള ഒരു കേക്കിന് വേണ്ടിയിട്ട് ആണ്. നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നർ ആണ് ഉപയോഗിക്കുന്നതെന്ന് വരികിൽ കുഴപ്പമില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് കൊണ്ട് മൂടി വെച്ചാൽ മതി. ഞാൻ ഇത് ഈ ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. കാരണം ഞാൻ ഇതിൻ്റെ വേറെ കുറെ കൂടെ ഞാൻ അരിഞ്ഞ് ഇതിൽ ഇട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും കേക്കിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലവറിന്റെ ഇരട്ടി ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഞാൻ ഒരു മാസം മുൻപ് അരിഞ്ഞിട്ട ഫ്രൂട്ട്സ് ആണ്. ഇതിൽ നിന്നുമാണ് ഇന്നുണ്ടാക്കുന്ന കേക്കിന് എടുക്കുന്നത്. ഇനിയും ഞാൻ കേക്കിനുള്ള പഞ്ചസാര കാർമലൈസ് ചെയ്യുകയാണ്. അതിന് നമ്മൾ പഞ്ചസാര കരിക്ക് എന്നും പറയും. അത് ചേർക്കുന്നത് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല കളറും കിട്ടും, അതുപോലെ ഒരു ഫ്ലേവറും ഉണ്ട്. കാരമലൈസ് ചെയ്യുന്നതിന് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ്, ഗ്രാനുലേറ്റഡ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മീഡിയം ഹീറ്റിലാണ് സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ കാരമലൈസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇളക്കാൻ നല്ല സൗകര്യമുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചെറിയ ഉരുളകളായിട്ട് പിന്നെ അതങ്ങ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും.
പഞ്ചസാര ചെറിയ ഉരുളകളാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്വല്പം സമയം കഴിയുമ്പോൾ അതിൻ്റെ കളറും മാറി വരുന്നുണ്ട്. അതുപോലെ ഒരു സ്വല്പം കഴിയുമ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊഴിക്കാനായിട്ട് നമുക്ക് നല്ല ചൂട് വെള്ളം ആവശ്യമുണ്ട്. അതിന് ഞാൻ ഇപ്പുറത്ത് കുറച്ച് വെള്ളം ചൂടാക്കുന്നുമുണ്ട്. പഞ്ചസാരയുടെ നിറം മാറി അത് മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് ഉരുകി അതിൻ്റെ കളർ മാറി വരുന്നുണ്ട്. ഇപ്പം ഇത് പതഞ്ഞു പൊങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റൗ സ്വല്പം ലോ ഫ്ലെയിമിലാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് ഒരുപാടങ്ങ് നിറം കൂടിയും പോകരുത്. നല്ല ഡാർക്ക് കോഫി കളറിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് ഒരുപാട് നേരം സ്റ്റൗവിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതങ്ങ് കമ്പിയായി പോകും. പിന്നെ നമുക്കത് പാനിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ നമുക്കിതിപ്പോൾ നല്ല കളറായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇത് ഞാൻ ഇതിലേക്കാണ് ഇനി നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിക്കേണ്ടത്. ഞാനിത് സ്റ്റൗവിൽ നിന്നും മാറ്റി ഈ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുകയാണ്. അതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും വളരെ സൂക്ഷിക്കണം, പൊട്ടി തെറിക്കും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇതിൽ ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് ഞാൻ സ്റ്റൗവിൽ വെച്ചൊന്ന് നന്നായിട്ട് ചൂടാക്കി ഒരു സ്വല്പം തിക്കാവുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇത് നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷമാണ് കേക്ക് മിക്സിൽ നാം ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരുമാതിരി നല്ല തിക്കായിട്ട് വരും. കേക്ക് മിക്സ് ചെയ്യുന്നതിന് മുൻപേ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കുകയാണ്. അതിന് ഞാനൊരു 9 ഇഞ്ച് റൗണ്ട് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലും ഇതുപോലെ സൈഡിലും നമുക്ക് പേപ്പർ വെക്കണം. ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്വല്പം ബട്ടർ ഞാനൊന്നൊരു ചെറുതായിട്ട് തൂത്തിട്ടുണ്ട്. പക്ഷേ പാർച്ച്മെൻറ്റ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ ബട്ടർ പുരട്ടേണ്ട ആവശ്യമില്ല എന്ന് വരികയിൽ ഞാനൊരു സ്വല്പം ലൈറ്റായിട്ട് സ്വല്പം ബട്ടർ തൂത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ അടിയിൽ വെക്കാനുള്ള പേപ്പറാണ് ഞാൻ വെട്ടിയെടുക്കാൻ പോകുന്നത്. ഈ പാർച്ച്മെൻറ്റ് പേപ്പർ ഇതുപോലെ നീളത്തിൽ മടക്കി ഇത് പിന്നെ ഒരു സ്ക്വയറായിട്ട് മടക്കുക. പിന്നെ അതൊരു ട്രയാങ്കിൾ ആകൃതിയിൽ പിന്നെയും മടക്കി കേക്ക് പാൻ അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് ഈ പോയിന്റഡ് സൈഡ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ എഡ്ജ് വെച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് വെട്ടിയെടുക്കാൻ സാധിക്കും. കേക്ക് പാനിൻ്റെ സൈഡിലാണ് ഞാൻ ആദ്യം പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചത്. ഇതുപോലെ സ്വല്പം കേക്ക് പാനിൻ്റെ സൈഡിൽ നിന്നും സ്വല്പം ഇത്രയും പൊങ്ങി നിൽക്കുന്നത് നല്ലതാണ്. കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ കരിഞ്ഞുള്ള കളറാകാതെ നല്ല കളറിലത് കിട്ടാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൈഡിൽ വെച്ചതിൻ്റെ ശേഷമാണ് ഞാനിതിൻ്റെ അടിയിൽ പേപ്പർ വെക്കുന്നത്. ഇങ്ങനെ അത് ശരിയാക്കി വെക്കുക. കേക്കിനുള്ള പാത്രം റെഡിയായി. ഇനിയും ഞാൻ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. കേക്കിന് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആണ് എടുക്കുന്നത്. കേക്കിന് ഫ്ലവർ എടുക്കുമ്പോൾ നമ്മൾ ഈ മെഷറിംഗ് കപ്പ് കൊണ്ട് പാത്രത്തിൽ നിന്നും
കോരിയെടുക്കാതെ ഇതുപോലെ സ്പൂൺ കൊണ്ട് മെഷർ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലവറിൽ ചേർക്കാനുള്ള സ്പൈസസ് ആണ് ഞാൻ ഇനി മിക്സ് ചെയ്യുന്നത്. ഇത് 1/4 ടീസ്പൂൺ സിനമൺ പൗഡറാണ്, 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 3/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, 3/4 ടീസ്പൂൺ ജാതിക്ക, 1 ടീസ്പൂൺ കേക്ക് ജീരകം, അതായത് കരാവേ സീഡാണ്. ഇതും കേക്കിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ആ ഫ്ലവറിലേക്ക് ചേർക്കുന്നത്. ഇത് ഞാൻ ഫ്ലവറിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കേക്ക് മിക്സിൽ ചേർക്കാനുള്ള ഫ്രൂട്ട്സ് ആണ്. ഇത് ഞാൻ 1 മാസം മുൻപ് അരിഞ്ഞു വെച്ചിരുന്ന ഫ്രൂട്ട്സിൽ നിന്നും എടുത്തതാണ്. ഏകദേശം 600 ഗ്രാമോളമുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ ഫ്രൂട്ട്സ് അരിഞ്ഞപ്പോൾ മാറ്റി വെച്ചിരുന്ന കാഷ്യൂവും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സ് അരിഞ്ഞ് സോക്ക് ചെയ്യുമ്പോൾ കാഷ്യൂവും കൂടെ ചേർക്കുകയാണെന്ന് വരികിൽ അത് വല്ലാതെ അങ്ങ് സോഫ്റ്റായി ഒരു മുഷി പരുവത്തിലാകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് ആ കാഷ്യൂസ് ചേർക്കുന്നത്. ഇനിയും ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് മിക്സ് ചെയ്ത ഫ്ലവറിൽ നിന്നും കുറച്ച് ഫ്ലവർ ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്കിട്ട് പിടിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പൊടിയിട്ട് മിക്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രൂട്ട്സ് അടിയിലേക്ക് പോകാതെ എല്ലാം ഈക്വലായിട്ട് ഒരേ പരുവത്തിൽ നിൽക്കും. പിന്നെ ഞാൻ അതിൽ നിന്നും പൊടി എടുത്തത് കാരണം എക്സ്ട്രാ ഫ്ലവർ വേറെ ചേർക്കണ്ടാത്തത് കൊണ്ടാണ് ഇതിൽ നിന്നും ഫ്ലവർ എടുത്തത്. ഇത് നന്നായിട്ട് ഈ ഫ്രൂട്ട്സിന്റെ എല്ലാ സൈഡിലും എല്ലാ വശത്തും പിടിപ്പിക്കണം. ഇനിയും കേക്കിനുള്ള ബട്ടറും ഷുഗറും മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. എടുത്തിരിക്കുന്നത് 2 സ്റ്റിക്ക് ബട്ടറാണ്, അതായത് 225 ഗ്രാമോളമുണ്ട്. 2.5 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇത് പൗഡേർഡ് ഷുഗറാണ്. കൺഫെക്ഷണർ ഷുഗർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബട്ടറും ഷുഗറും കൂടി 10 മിനിറ്റോളം ഇത് മിക്സ് ചെയ്തു. നന്നായിട്ട് ക്രീമി ആയിട്ടുണ്ട്. കേക്കിന് നല്ല സോഫ്റ്റ് ആകണമെന്ന് വരികിൽ ബട്ടറും ഷുഗറും നന്നായിട്ട് മിക്സ് ചെയ്താലേ കേക്ക് സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ മുട്ട ചേർക്കുമ്പോൾ എല്ലാ മുട്ടയും കൂടെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ മുട്ട ഓരോന്നായിട്ടെടുത്ത് അത് നല്ലതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് മിക്സ് മുഴുവൻ നമുക്ക് കളയേണ്ടി വരും. ഞാൻ 5 മുട്ടയാണ് ചേർക്കുന്നത്. മുട്ടയും ഷുഗറും ബട്ടറും കൂടെ നല്ല മിക്സായി. ഇനി ഇതിലേക്ക് ഞാൻ ഫ്ലവർ ആഡ് ചെയ്യുകയാണ്. ഈ ഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരമലൈസ് ചെയ്ത ഷുഗർ തണുത്തു കഴിയുമ്പോൾ ഏകദേശം ഈ പരുവത്തിൽ ഒരുമാതിരി ഹണി പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. ഇത് നല്ല കളർ ആയിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരമലൈസ്ഡ് ഷുഗറാണ് മിക്സിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് വേണമെന്ന് വരിയിലും നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിത് ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. കേക്ക് ബാറ്റർ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫ്രൂട്ട് മിക്സിൽ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫ്രൂട്ട് മിക്സ് കേക്ക് ബാറ്ററിലേക്ക് ചേർക്കാൻ പോകുന്നത്.
ഫ്രൂട്ട്സ് കുറച്ചായിട്ട് ഇട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. കേക്ക് മിക്സ് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇടുകയാണ്. കേക്ക് ബാറ്റർ പാനിൽ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകൾ വശം ഇതുപോലെ നല്ല സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ ഓവനിൽ വെക്കുന്നതിന് മുൻപ് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുന്നത് നല്ലതാണ്, അതിൻ്റെ എയർ ബബിൾസ് കളയുന്നതിന് വേണ്ടി. കേക്ക് ഞാൻ ഓവനിൽ വെക്കാൻ പോവുകയാണ്. 350 ഡിഗ്രിയിലാണ് ഓവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 50 to 60 മിനിറ്റ്സ് എങ്കിലും എടുക്കും ബേക്ക് ചെയ്യാനായിട്ട്. ഇതിൽ ഒട്ടും സ്റ്റിക്ക് ചെയ്യുന്നില്ല. ഞാൻ കേക്ക് പുറത്തെടുക്കുകയാണ്. ഈ കേക്ക് ബേക്ക് ചെയ്തതിന് 1 മണിക്കൂറാണ് എടുത്തത്. ഇത് സാധാരണ കേക്ക് പോലെ ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ പൊങ്ങി വരികയില്ല. കാരണം നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ഡെൻസ് കേക്കാണ്. കേക്ക് പുറത്തെടുത്തിട്ട് 20 മിനിറ്റോളമായി. ഇപ്പോഴും അതിന് ചൂടുണ്ട്. ആ ചൂടുള്ളപ്പോൾ തന്നെ ഇതുപോലെ ഒരു സ്ക്യൂർ കൊണ്ട് ഞാൻ ഇതിൽ ഒരു 10-12 ഹോൾസ് ഇടുകയാണ്. ഇനിയും ഞാൻ 3 ടേബിൾ സ്പൂൺ ബ്രാൻഡി ഈ കേക്കിന്റെ മുകളിൽ ഒഴിക്കുകയാണ്. ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയമെടുക്കുന്ന ഒരു പണിയാണ്. നമുക്ക് നല്ല പേഷ്യൻസും പ്രിപ്പറേഷനും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് കുറച്ച് കൂടുതൽ ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് അത് ലിക്വിഡ് അബ്സോർബ് ചെയ്ത് അതിൻ്റെ ഫ്ലേവർ റിലീസ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കി നോക്കുക.